റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത 2 നഗരസഭാംഗങ്ങളെ അയോഗ്യരാക്കിയേക്കുമെന്ന സൂചന. CPM നേതാവും പയ്യന്നൂർ നഗരസഭയിലെ കൗൺസിലറുമായ VK നിഷാദ്, BJP നേതാവും തലശ്ശേരി നഗരസഭയിലെ കൗൺസിലറുമായ U പ്രശാന്ത് എന്നിവരെയാണ് അയോഗ്യരാക്കുക. കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് ഇരുവരും. വിജയിച്ച് 30 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അംഗത്വം റദ്ദാക്കപ്പെടും. അഭിജിത്തുണ്ട്. അഭിജിത്ത്, ഈ 2 പേരുടെയും അംഗത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതയാണോ ഏറുന്നത്? അരുൺ, അങ്ങനെ ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം വിജയിച്ച് 30 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ് ചട്ടം. അങ്ങനെയല്ല എങ്കിൽ സ്വാഭാവികമായി ഇവരുടെ അംഗത്വം റദ്ദാക്കപ്പെടും. ഇനി അതല്ല മറിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ട് എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പറയുകയാണ് എങ്കിൽ ഇവർക്കൊരു അവസരം നൽകും. ഇവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അല്പസമയം നീട്ടിക്കൊടുക്കും എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയും ചെയ്തിട്ടില്ല. 2 പേരാണ് സംസ്ഥാനത്ത് അരുൺകുമാർ ഈ രീതിയിൽ അനിശ്ചിതത്വം ഈ സത്യപ്രതിജ്ഞയുടെ കാര്യത്തിലുള്ളത്. അതിലൊന്ന് VK നിഷാദ്, അദ്ദേഹം CPM നേതാവാണ്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിലാണ് അദ്ദേഹത്തെ 20 വർഷത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. പയ്യന്നൂർ നഗരസഭാംഗം കൂടിയാണ് VK നിഷാദ്. മറുവശത്ത് തലശ്ശേരി നഗരസഭയിലെ അംഗമായ U പ്രശാന്ത് BJP നേതാവാണ്. CPM നേതാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് U പ്രശാന്തിനെ ശിക്ഷിക്കുകയും ചെയ്തത്. ഇവർ 2 പേരും നാമനിർദ്ദേശം നൽകുന്ന സമയത്ത് ഇവരെ ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. ഇവർ 2 പേരും ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. മറിച്ച് ഇവർ 2 പേരും പ്രതികൾ മാത്രമായിരുന്നു. അതാണ് ഇപ്പോൾ നിലവിൽ ഈ പാർട്ടികളൊക്കെ നൽകുന്ന ഒരു വിശദീകരണം. നിലവിൽ ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരുപക്ഷെ 30 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പ്രത്യേക ഉത്തരവൊക്കെ കിട്ടിയാൽ 6 മാസം വരെ പോകാം. എന്താണെന്ന് അറിയില്ല. 2 ജനപ്രതിനിധികൾക്കും അവസരം നഷ്ടമാകുമോ എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം.